ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് തേങ്ങ വറക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇത് വഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ, നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു വലിയ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി, ഇനി ചെറുതാണെങ്കിൽ 2 ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് കൂടി അരച്ച പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ചിക്കനും മസാലപ്പൊടികളും അതുപോലെ ഉള്ളി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രയും വെള്ളം മതി. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് അത്രയും വെള്ളം ഇതിലുണ്ട്. അപ്പോൾ 1/2 ഗ്ലാസ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി അടച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ കത്തിക്കുക. അത് കഴിഞ്ഞാൽ 2 വിസിൽ വന്ന ശേഷം ഇത് മീഡിയത്തിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അതവിടെ വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുമല്ല, നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ്. അപ്പോൾ ഈ അരി ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നല്ലോണം പൊട്ടിയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു ചെറുതായിട്ട് കളർ മാറ്റം കൂടി വന്നതിന് ശേഷം ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നമ്മൾ പത്തിരി, പൊറോട്ട, അതുപോലെ ഇടിയപ്പം, വെള്ളപ്പം എല്ലാത്തിലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനധികവും പത്തിരിക്കാണ് ഈ ഒരു കറി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ജീരകം എണ്ണയിൽ കിടന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 4 അല്ലി കുഞ്ഞനുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ നല്ല മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു വറവ് ആയ നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ ഒരു കളർ മാറ്റം വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അവിടെ തേങ്ങ വറവായിട്ടുണ്ട്. വറവായതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറുന്നത് വരെ ചട്ടിയിൽ തന്നെ വെക്കുക കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാവൂ. അപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരം ഇതൊന്ന് ഓഫാക്കിയിട്ടിട്ട് അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിവിടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് നല്ലൊന്ന് കത്തി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കൂടിയാണ്. ഉള്ളിയൊന്നും വഴറ്റൊന്നും വേണ്ട. അപ്പോൾ ഇതിവിടെ നല്ല കത്തി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി താളിക്കാം. അപ്പോൾ അത് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് കറിയിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നല്ലൊരു കുറുന്നനെയുള്ളൊരു കറി കൂടിയാണ്. നമ്മൾ സാധാരണ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറിയിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ആട്ടോ.
ഈ അരി ഇങ്ങനെ വറുത്തരച്ചിട്ടത് കൊണ്ട് നന്നായിട്ട് നല്ലൊരു കുറുന്നൻ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.